ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ഫൈബർ ഓപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് നമ്മൾ എന്താണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ അതിനെപ്പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് പഠിച്ചത്. ഓക്കെ, ഇത് എന്താണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫിഗർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇങ്ങനൊരു ഫിഗർ ഒന്നല്ലേ, ഇങ്ങനൊരു ഫിഗർ നിങ്ങൾ കണ്ടിട്ടാണ്. അതിൽ ഈ ഔട്ടർ വരുന്ന ഭാഗത്തിന് നമ്മൾ എന്താണ് വിളിച്ചത്? ഔട്ടർ വരുന്ന ഭാഗമാണ് നമ്മുടെ ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്നർ സിലിണ്ടറിൻ്റെ നമ്മൾ ഈ ഒരു ഭാഗമാണ് കോർ എന്ന് പറയുന്നത്. കോറിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ലൈറ്റ് സിഗ്നൽസിനെ ഗൈഡ് ചെയ്യുക. അതുപോലെ ക്ലാഡിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈറ്റ് സിഗ്നലിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുക. റിഫ്ലക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കോറിൽ നിന്നും ആ ലൈറ്റ് സിഗ്നൽ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ത് നമുക്ക് പറയാം? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോറാണ് നമ്മുടെ മെയിൻ. അപ്പോൾ കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ തിൻ പാർട്ട് ഓഫ് ദ ഫൈബർ വിത്ത് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേർ ദ ലൈറ്റ് ട്രാവൽ. അപ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് കോറിൽ കൂടിയാണ്. ഇനി കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഞാൻ N1 എന്ന് ഡിനോട്ട് ചെയ്യാണ്. ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ N1 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ N2. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ എന്തായിരിക്കണം? ഹയർ ആയിരിക്കണം. സൈസ് ഓഫ് കോർ ഇവിടെ പറയുന്നത് 10 to 50 മൈക്രോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത് വരുന്നത് ക്ലാഡിങ്. ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ഔട്ടർ ആയിട്ടുള്ള ഈ ഒരു ഔട്ടർ ഭാഗമാണെന്ന് പറഞ്ഞാൽ ക്ലാഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ ഓപ്റ്റിക്കൽ മെറ്റീരിയൽ സറൗണ്ടിങ് ദ കോർ ദാറ്റ് റിഫ്ലെക്ട്സ് ദ ലൈറ്റ് ബാക്ക് ഇൻ ദ കോർ. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഈ കോറിനകത്ത് തന്നെ നിൽക്കാനുള്ള റിഫ്ലക്ടർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്ലാഡിങ് ആക്ട് ചെയ്യുന്നത്. ക്ലാഡിങ്ങിൻ്റെ സൈസ് അറിഞ്ഞിരിക്കണം, 125 മൈക്രോമീറ്റർ ആണ്. ഇനി ബഫർ കോട്ടിങ് അല്ലെങ്കിൽ ഷീറ്റ്. അപ്പോൾ ഈ ഔട്ടർ ക്ലാഡിങ് ആന്ന് പറഞ്ഞു അല്ലേ. ഇനി അതിൻ്റെയും പുറത്തായിട്ട് എന്തുണ്ട്? അതിൻ്റെയും പുറത്തായിട്ടൊരു ബഫർ കോട്ടിംഗ് ഉണ്ട്. നമ്മൾ ഫൈബർ ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അതായത് ഒരു ഇപ്പോൾ ഫൈബറല്ല, അല്ലാണ്ട് പ്ലാസ്റ്റിക് വയേഴ്സൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ കാണാം അല്ലേ, അതിൻ്റെ പുറത്തെന്ന് പറയുന്നത് അകത്ത് കുറേ എന്താണ് നമ്മുടെ വയേഴ്സ് ഉണ്ടാകും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള കോട്ടിംഗ് ഉണ്ടാവും അല്ലേ. സോ ആ ബഫർ കോട്ടിംഗ് അല്ലെങ്കിൽ ഷീത്ത് എന്നാണ് ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങിനെ വിളിക്കുന്ന പേര്. ആൻഡ് അതിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ഫൈബറിന് ഡാമേജ് ഒന്നും വരാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിന് മോയ്സ്ചർ ഒന്നും അഫക്റ്റ് ചെയ്യാതിരിക്കുക. അതാണ് ബഫർ കോട്ടിംഗ് അല്ലെങ്കിൽ ഷീത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സൈസ് വരുന്നത് 150 മൈക്രോമീറ്റർ ആണ്. പിന്നെ ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു ഫൈബർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ് അല്ലേ. ഇതേപോലെ കുറേ തിന്നായിട്ടുള്ള ഫൈബേഴ്സിനെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? ഞാൻ ഒറ്റ ബണ്ടിലായിട്ട് മാറ്റും, ഒരു ഒപ്റ്റിക്കൽ കേബിളായിട്ട് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദ ബണ്ടിൽസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ കേബിൾസ് ഔട്ടർ കവറിങ് കോൾഡ് ജാക്കറ്റ്. അപ്പോൾ ഈ ഇത്രയും ബണ്ടിലിനെ ഞാൻ എന്ത് ചെയ്തു? ഒറ്റ കവറിങ്ങിനകത്ത് വരുവാണ്. ഓക്കെ, ഒറ്റ കവറിങ്ങിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പുറത്ത് വരുന്ന ഈ കവറിങ്ങിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ജാക്കറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ബണ്ടിൽസ് ഇൻ ഒപ്റ്റിക്കൽ കേബിൾസ്. ദ ബണ്ടിൽസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ കേബിൾസ് ഔട്ടർ കവറിങ് കോൾഡ് ജാക്കറ്റ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത്. എന്താണ്? ഇതിനകത്ത് ലൈറ്റ് കടന്ന് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്താണ് പോകുന്നത് അല്ലേ. സോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. ലൈറ്റ് എന്ത് ചെയ്യും? ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് എന്ത് ചെയ്യും? അലോങ് ദ ഫൈബർ അതിനെന്തെങ്കിലും ഇങ്ങനെ ഇൻറ്റേർണലി റിഫ്ലക്റ്റ് ചെയ്താണ് പോകുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇത് എന്തുകൊണ്ടാണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ദ ഫൈബർ മെറ്റീരിയൽ കോർ വിത്ത് ദ റെസ്പെക്ട് ടു ക്ലാഡിങ്. അതായത് ഇത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഫൈബർ ഇങ്ങനെ പോവുകയാണ് അല്ലേ. അതിനകത്തേക്ക് നമ്മുടെ കൊടുക്കുന്ന ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ ഓക്കെ ഇങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആംഗിളാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ θi എന്ന് ഞാനിപ്പോൾ ഡിനോട്ട് ചെയ്തതിൽ അതെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ θc എന്തായിരിക്കും? ഗ്രേറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അതിന് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ഡെൻസർ മീഡിയം. എന്താണ്? ഡെൻസർ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. കറസ്പോണ്ടിങ് ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. അപ്പോൾ നമ്മുടെ
ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഡെൻസർ മീഡിയം. ഓക്കെ, ആൻഡ് ഇത് ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, എയർ ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ റെയറർ മീഡിയം. സോ ഒരു ലൈറ്റ് റേ വന്ന് ഇതിൽ പതിച്ചിട്ട് ഇതിനകത്തുനിന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് 90 ഡിഗ്രി റിഫ്രാക്ഷൻ, ഇതാണ് 90 ഡിഗ്രി റിഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഈ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ലൈറ്റ് വന്നിട്ട് ഒരു ഡെൻസർ മീഡിയത്തിൽ എന്താണ് ഒരു IC എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് പതിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് റിഫ്രാക്ഷൻ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് 90 ഡിഗ്രി അതിൻ്റെ ചെയ്യണം, റിഫ്രാക്റ്റ് ചെയ്യണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ദ റേ ഓഫ് ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടുവേർഡ്സ് റെയറർ മീഡിയം. ഓക്കെ, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത്. The angle of incidence in the denser medium must be greater than the critical angle for the pair of the media in contact. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം. കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് പറയുന്നത്. ഒന്നാമത്തെ പറഞ്ഞതാണ് റേ ഓഫ് ലൈറ്റ്. ആ ലൈറ്റ് റേ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത്. അത് ഒന്നാമത്തെ കണ്ടീഷൻ. പിന്നെ പറയുന്നത് എന്താണ്, അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ എന്താണ്, ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമ്മൾ +2 സ്നെൽസ് ലോ പഠിച്ചിട്ടുണ്ടാവും. സ്നെൽസ് ലോ ടു ദ ഇൻ്റർഫേസ്. ഓക്കെ, അതായത് ഞാനിപ്പോൾ പറയുവാണ്, ഇതാണ് എൻ്റെ കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N1 എന്ന് പറയുന്നത്. ആൻഡ് ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്താണ്, N2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്നെൽസ് ലോ അനുസരിച്ചിട്ട് N1 അതായത് കോറിലുണ്ടാവുന്ന കോറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതാണ് N1 ഇൻറ്റു സൈൻ IC. IC എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഏത് കോറിലല്ലേ വന്ന് തട്ടുന്നത്, അതായത് ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പതിക്കുകയാണ് അല്ലേ. സോ ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് IC എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു N2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാഡിങ്ങിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു സൈൻ 90 ഡിഗ്രി. സൈൻ 90 എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മൾ ഈ ക്ലാഡിങ്ങിൽ തട്ടി തിരിച്ച് വരുന്നത് ഏത് ആംഗിളിലാണ്, 90 ഡിഗ്രിയിലാണ് വരുന്നത്. സോ N1 സൈൻ IC ഈസ് ഈക്വൽ ടു N2 സൈൻ 90. സൈൻ 90 എത്രയാണ്, 1. സോ നമുക്ക് എഴുതാം സൈൻ IC ഈസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 എന്ന്. ഈ ഒരു റിലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ IC എന്ന് ഇവിടെ കൊടുത്തേക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഫോർ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ IC എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് N2 ബൈ N1. ഓക്കെ, ഇത് തന്നെ. അപ്പോൾ IC എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഈക്വൽ ടു ക്രിട്ടിക്കൽ ആംഗിൾ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, IC ഈസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് N2 ഡിവൈഡ് ബൈ N1. N2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെയറർ മീഡിയ. ഓക്കെ, ഡിവൈഡ് ബൈ N1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. നമ്മളിവിടെ കോറും ക്ലാഡിങ്ങും വെച്ച് പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് സ്ട്രക്ചർ ഓഫ് എ ഓപ്റ്റിക്കൽ ഫൈബറും പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിൽ വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ എന്താണ് പ്രിൻസിപ്പിൾ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്, അതിൻ്റെ 2 കണ്ടീഷനും കൂടി അറിഞ്ഞിരിക്കാം. പിന്നെ ഈ ഒരു ഇക്വേഷൻ IC ഈസ് ഈക്വൽ സൈൻ ഇൻവേഴ്സ് N2 ബൈ N1 എന്നുള്ള ഇക്വേഷനും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. താങ്ക് യു.